Good morning. Good morning. Okay, let's start. So today we are going to discuss the Java program structure. So this is the structure of your Java program. The first part is documentation session, and the second part package statement, then import statement, interface statement, class definition. At last, the part is main method definition. So the first part, that is the documentation session, is a suggested part, and this package statement, import statement, interface statement, class definition, it's an optional part, and the main method definition is an essential part. Okay, നമുക്ക് ഓരോ സെഷനും എന്താണ് നോക്കാം. The first part, documentation session. Here, in this session, you can write comment. That means നിങ്ങളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാണ്. അപ്പോൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ നെയിം, ദെൻ ഓതർ, ദ ഡേറ്റ്, ഇതൊക്കെ റൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഡോക്യുമെൻറ്റേഷൻ സെഷൻ യൂസ് ചെയ്യും. Okay, actually, it is used to improve the readability of the program. ജസ്റ്റ് എന്താ, നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിൽ ടോപ്പിൽ എന്ത് എഴുതും? ഒരു കമൻറ്റ് എഴുതും. ദാറ്റ് ഈസ് എങ്ങനെ കമൻറ്റ് എഴുതുക? സ്ലാഷ് സ്റ്റാർ സ്റ്റാർ, ദെൻ സെൻറ്റൻസ് എഴുതും, ദെൻ ഓതർ നെയിം, ദെൻ ഡേറ്റ്, ദെൻ എന്ത് ചെയ്യും? കമൻറ്റ് ഇവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു പാർട്ടാണ്. ബിക്കോസ് എന്താ, ഇങ്ങനൊരു പ്രോഗ്രാമിൻ്റെ ടോപ്പിൽ ഇതുപോലൊരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആയിട്ട് എന്താ പ്രോഗ്രാം എന്ന് മനസ്സിലാവും, ആൻഡ് ഓതർ ഏതാണ്, ദെൻ ഡേറ്റ്, ഇതൊക്കെ മനസ്സിലാവും. ഡോക്യുമെൻറ്റേഷൻ സെഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദി റീഡബിലിറ്റി ഓഫ് ദി പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ കമൻസ് ആണ് എഴുതുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കമ്പൈൽ ചെയ്യുമ്പോൾ ദിസ് കമൻസിനെ ഇഗ്നോർ ചെയ്യും അല്ലേ? ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് പാക്കേജ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഇതുവരെ പ്രോഗ്രാം ഫെമിലറൈസ് ചെയ്തിട്ടുണ്ട്, അതിൽ കുറേ പാർട്സ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, ഈ പാക്കേജ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഓപ്ഷണൽ പാർട്ടാണ്. ഇപ്പം പാക്കേജ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ് ദാറ്റ് ആർ ഡിഫൈൻഡ് ബൈ എ നെയിം. അതായത് കുറേ ക്ലാസിൻ്റെ കളക്ഷൻ ആണ് എന്ത് പാക്കേജ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എഴുതുന്ന ഒരു ക്ലാസ് ഒരു പാക്കേജിൻ്റെ ഇൻസൈഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പാക്കേജിനെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യാം. ലൈക്ക് ഒരു പാക്കേജ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന വെച്ചാൽ ഒരു ടേം, ഒരു കീവേഡ് പാക്കേജ്, ദ പാക്കേജ് നെയിം. ഓക്കെ, ഫോർ എക്സാമ്പിൾ the package, my package, then semicolon. Here the my package is the name of the package. For example, നിങ്ങളൊരു ക്ലാസ് എഴുതാണ്, ക്ലാസ് ABC, ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാണ്. സോ ഒരു ABC എന്ന് പറഞ്ഞ പ്രോഗ്രാം
ലൈക്ക് മൈ പാക്കേജ് എന്ന് പറയുന്ന പാക്കേജിലാണ് ഉള്ളതെന്ന് വെച്ചായിരിക്കും. ജസ്റ്റ് ലൈക്ക് ഒരു ഫോൾഡർ. ഇപ്പം നിങ്ങൾ ഫയലൊക്കെ നിങ്ങൾ ഫോൾഡറിൽ സ്റ്റോർ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പാക്കേജ് എന്ന് പറയുന്നത് ഒരു ഫോൾഡറാണ്. ഇതിന് ഇൻസൈഡ് എന്താ കുറേ ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. സപ്പോസ് നിങ്ങളുടെ ABC എന്ന് പറയുന്ന ക്ലാസ് ഈ പെർട്ടിക്കുലർ പാക്കേജിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രോഗ്രാമിൽ സെമിക്കോളൻ. ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. മൈ പാക്കേജ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ പെർട്ടിക്കുലർ പാക്കേജിലായിരിക്കും. ഹലോ, ഇനി നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നോ? അനുരാഗ്, നെറ്റ് കണക്ട് ആയിരുന്നോ, ഡിസ്കണക്ട് ആയിരുന്നു? ഒന്ന് റിപ്ലൈ തന്നെ. ഓക്കെ, നിങ്ങൾ ഇപ്പോഴോക്കെ ആണോ സൗണ്ട്? ഓക്കെ, സോ നിങ്ങൾ ഡോക്യുമെന്റേഷൻ സെഷൻ അത് കേട്ടായിരുന്നോ? ഓക്കെ, പാക്കേജോ? ഓക്കെ, ഡോക്യുമെന്റേഷൻ സെഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ പ്രോഗ്രാമിന്റെ നെയിം ഒക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമന്റ്സ് എഴുതാം. അതാണ് ഡോക്യുമെന്റേഷൻ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ പ്രോഗ്രാമിന്റെ റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാക്കേജ് ആണ്. നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ ഒരു പാക്കേജിന്റെ ഇൻസൈഡ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പാക്കേജ് എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് എ ഫോൾഡർ. ഫോൾഡറിന്റെ ഇൻസൈഡ് കുറെ ഫയൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവല്ലോ, അതുപോലെ തന്നെ ഒരു പാക്കേജിനുള്ളിൽ കുറെ കളക്ഷൻ ഓഫ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണം, ഒരു പാക്കേജ് ഡിക്ലെയർ ചെയ്യുക. ദ ഫോർമാറ്റ് ഈസ് ദ പാക്കേജ് നെയിം, ദെൻ സെമിക്കോളൻ, ദെൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ മീനിങ് എന്താ, ഒരു മൈ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ പാക്കേജിന്റെ ഇൻസൈഡ് ആയിരിക്കും എന്ത്, ഈ പെർട്ടിക്കുലർ ക്ലാസ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇതൊരു ഓപ്ഷണൽ പാർട്ടാണ്. പാക്കേജ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പ്രോഗ്രാം എന്താ വർക്ക് ചെയ്യും. The next statement, import statement. നിങ്ങളെല്ലാവരും ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഫെമിലറൈസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളൊരു പെർട്ടിക്കുലർ ക്ലാസ് യൂസ് ചെയ്യാണ്, ക്ലാസ് ABC. ക്ലാസ് ABC. ഓക്കെ, സോ ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങൾ പ്രോഗ്രാമിൽ വേറൊരു പാക്കേജിലെ ക്ലാസ്സസ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതും. ഇമ്പോർട്ട് ആ പെർട്ടിക്കുലർ പാക്കേജ് ഡോട്ട് ദാറ്റ് ക്ലാസ് നെയിം. എങ്ങനെയാ, import package name dot class name, then your class ABC.
നിങ്ങളെ പ്രോഗ്രാമിലേക്ക് വേറൊരു പാക്കേജിലെ ക്ലാസ്സസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ട്. അപ്പം നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇമ്പോർട്ട് java.io.star എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ java.io എന്ന് പറഞ്ഞ പാക്കേജ് ആണ്. ഓക്കെ, സോ ഈ പാക്കേജിലെ എല്ലാ ക്ലാസ്സസും, ഒരു പാക്കേജിൽ കുറെ ക്ലാസ്സസ് ഉണ്ടാവും. എല്ലാ ക്ലാസ്സസും നിങ്ങളെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാറിന് യൂസ് ചെയ്യുന്നത്. പെർട്ടിക്കുലർ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? ഇമ്പോർട്ട് java.io. ആ ക്ലാസ് നെയിം ഇവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ ജാവയില് എന്താ കുറെ പ്രീ ഡിഫൈൻഡ് ആയ പാക്കേജസ് ഉണ്ട്. അപ്പൊ എല്ലാ പാക്കേജും സ്റ്റാർട്ട് ചെയ്യുന്ന java.പാക്കേജ് നെയിം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കാനർ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇമ്പോർട്ട് java.util.star. അപ്പൊ സ്കാനർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ നിങ്ങളെ പ്രോഗ്രാമിലേക്ക് യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഇമ്പോർട്ട് java.util. എനിക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പെർട്ടിക്കുലർ സ്കാനർ തന്നെ എഴുതാം. സ്കാനർ. ഇതിന്റെ മീനിങ് എന്താ? ഈ സ്കാനർ എന്ന ക്ലാസ് എവിടെയുണ്ട്? java.util എന്ന് പറയുന്ന പാക്കേജിനാണ് ഉള്ളത്. അത് നിങ്ങളെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു യൂട്ടിൽ എന്ന് പറയുന്ന പാക്കേജിൽ സ്കാനർ അല്ല വേറെ കുറെ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സസിനെയും നിങ്ങളെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ഇവിടെ കൊടുക്കും? സ്റ്റാർ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ ഇവിടെ കൊടുക്കും. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വേറൊരു പാക്കേജിലെ ക്ലാസ്സസ് അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിലാണ് നിങ്ങൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? 3 parts: documentation, package and import statement. Is it clear? Others, Anurag, okay. The next part, interface statement. സോ ഇന്റർഫേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ തേർഡ് മോഡ്യൂൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞാൻ ജസ്റ്റ് എന്താന്ന് പറയാം. ഇന്റർഫേസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് എ ക്ലാസ്. നിങ്ങളൊരു ക്ലാസ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഒരു ക്ലാസ് നെയിം, then its attribute, അല്ലേ? Say the data is attribute, then function, that means method, just display, function definition. സോ ഇതുപോലെയാണ് ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്, റൈറ്റ്? സോ എന്ത് ചെയ്യും? ക്ലാസ്സിലെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ ക്ലാസ് ആണ്. ഇന്റർഫേസിന് നിങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു കീവേഡ് യൂസ് ചെയ്യും, ദാറ്റ് ഈസ് ഇന്റർഫേസ്. ഇന്റർഫേസ്, ഒരു ഇന്റർഫേസ് നെയിം, സേ XYZ. ദെൻ ഇതിന് ഇൻസൈഡ് എന്താ? നിങ്ങൾക്ക് ഡാറ്റാസ് അല്ലെ ആട്രിബ്യൂട്ട്സ് എഴുതാം. അതുപോലെ തന്നെ മെത്തേഡും റൈറ്റ് ചെയ്യാം. ഒരു മെത്തേഡാണ് void print. ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിൽ എന്താ മെത്തേഡിന്റെ ഡെഫിനേഷൻ, ജാവയിൽ ഫംഗ്ഷനെ മെത്തേഡ് എന്നാണ് പറയാ. ഓക്കെ, മെത്തേഡിന്റെ ഡെഫിനേഷൻ നമ്മുടെ ക്ലാസ്സിന്റെ ഇൻസൈഡ് എഴുതുന്നുണ്ട്. ബട്ട് ഇന്റർഫേസിന്റെ കേസിൽ എല്ലാ മെത്തേഡിന്റെയും ഡിക്ലറേഷൻ പാർട്ട് മാത്രമേ എഴുതൂ. അതായത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട് എന്താ ഇന്റർഫേസിന്റെ ഇൻസൈഡ് എഴുതില്ല. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട്
ഈ പെർട്ടിക്കുലർ ഇൻഹെറിറ്റൻസ് ഒരു ഇന്റർഫേസിൽ ഒരു ക്ലാസ് ഡിറൈവ് ചെയ്യും. ഓക്കെ, ആ ക്ലാസ്സിലായിരിക്കും എന്ത് ഈ പെർട്ടിക്കുലർ മെത്തേഡിന്റെ ഇംപ്ലിമെന്റേഷൻ റൈറ്റ് ചെയ്യാം, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ റൈറ്റ് ചെയ്യാം. നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, ഇന്റർഫേസ് എന്ന് പറഞ്ഞ ജസ്റ്റ് ലൈക്ക് എ ക്ലാസ് ആണ്. ഇന്റർഫേസിന്റെ ഇൻസൈഡ് ഓൺലി മെത്തേഡ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇന്റർഫേസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സിലാണ് റൈറ്റ് ചെയ്യുന്നത്. ഇതും എന്താണ്, ഒരു ഓപ്ഷണൽ പാർട്ടാണ്. The next class definition. നിങ്ങൾക്കറിയാം ജാവ പ്രോഗ്രാം ആണ്. ജാവ ഇസ് എ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, റൈറ്റ്? ഇവിടെ എന്താ, എല്ലാം ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ്സസ് ആയിരിക്കും. ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസ് യൂസ് ചെയ്യാം. ഒരു ക്ലാസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ക്ലാസ് നെയിം, then its attributes, then its method, അല്ലേ? its method ഡെഫിനിഷൻ എഴുതും. ഇതാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാമിൽ another ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സേ ക്ലാസ് xyz, its attribute is x, then another function void print. സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടർ ലൈൻ പറയാണ്. ഒരു ക്ലാസിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് എന്താ മെനി ക്ലാസ്സസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്ലാസ്സസ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആൻഡ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ദി എനി പ്രോഗ്രാം. സോ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ്. ഇതും എന്താ, ഓപ്ഷണൽ പാർട്ടാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നാണ് ഒരു ക്ലാസ് എഴുതുന്നു, ക്ലാസിന്റെ ഇൻസൈഡ് മെയിൻ മെത്തേഡ് എഴുതുന്നു, ദെൻ പ്രോഗ്രാം എഴുതുന്നു. ആക്ച്വൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ എന്താ, മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണോ ഇന്റർഫേസ് ആൻഡ് ക്ലാസ്? Girls, Typhon, Punya, Fatima, Suhara, Mispa, Shibilia, Gada, Isha. The next one, the main method class. It is an essential part of your Java program. ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസ് നിങ്ങൾ യൂസ് ചെയ്യാം. ആൻഡ് ഒരു ക്ലാസിന്റെ ഇൻസൈഡ് നിങ്ങൾ എന്ത് ചെയ്യും, മെയിൻ മെത്തേഡ് എഴുതും. സേ ക്ലാസ് ABC, ഇൻസൈഡ് എന്താ, മെയിൻ മെത്തേഡ് അല്ലെ, പബ്ലിക് സ്റ്റാറ്റിക് void main. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിന് എന്ത് പറയും, മെയിൻ മെത്തേഡ് ക്ലാസ് എന്ന് പറയും. സോ ഏത് ക്ലാസിന്റെ ഇൻസൈഡ് ആണോ മെയിൻ മെത്തേഡ് റൈറ്റ് ചെയ്യുന്നത്, ദാറ്റ് ക്ലാസ് ഈസ് നോൺ ആസ് മെയിൻ മെത്തേഡ് ക്ലാസ്. നിങ്ങൾ ഏതൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, മെയിൻ മെത്തേഡ് നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാവ എന്ന് പറയുന്ന ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ആണ് അല്ലേ? അപ്പൊ എന്താ, നിങ്ങൾ എല്ലാ പ്രോഗ്രാം എവിടെ നിന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മെയിൻ മെത്തേഡ് നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യും, ഇൻസൈഡ് ദ മെയിൻ മെത്തേഡ് നിങ്ങൾ കോഡ് റൈറ്റ് ചെയ്യും. ഇത്രയാണ് എന്ത് ജാവ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡോക്യുമെന്റേഷൻ പാർട്ട് അല്ലെ, ഇറ്റ്സ് എ സജസ്റ്റഡ് പാർട്ടാണ്. ദെൻ പാക്കേജ് സ്റ്റേറ്റ്മെന്റ്, import statement, interface statement,
class definition, then main method definition. So ഞാൻ മെയിൻ മെത്തേഡിന്റെ ഓരോ പാർട്ട് എന്താണെന്ന് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. So ഇതാണ് your simple program. This program print hello world. So first നിങ്ങൾ എന്ത് ചെയ്യണം? You have to write the class first, right? So ഇതൊരു essential പാർട്ടാണ്. ക്ലാസ്സും മെയിൻ മെത്തേഡൊക്കെ essential പാർട്ടാണ്. So write the public class hello. ദെൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഏത് ക്ലാസ്സിന്റെ ഇൻസൈഡ് ആണോ മെയിൻ മെത്തേഡ് എഴുതുന്നത് ആ ക്ലാസ്സിനെ ആയിരിക്കും നിങ്ങൾ പബ്ലിക് ആയിട്ട് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹിയർ ക്ലാസ് എ ഒരു ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തു. അനദർ ഐ ആം ഡിഫൈനിങ് നെക്സ്റ്റ് ക്ലാസ് ബി. സോ ഇൻസൈഡ് ദിസ് ബി ഐ ആം റൈറ്റിംഗ് ദ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ബിനെ ആയിരിക്കും പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും പഠിക്കുക, ഏത് ക്ലാസിന്റെ ഇൻസൈഡ് ആണോ മെയിൻ മെത്തേഡ് എഴുതുന്നത് ആ ക്ലാസ്സിനെ ആയിരിക്കും പബ്ലിക് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇൻസൈഡ് ദിസ് ക്ലാസ് ഐ എം റൈറ്റിംഗ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആൻഡ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, ദാറ്റ് ഈസ് system.out.println hello world. ഓക്കെ, സോ ഇവിടെ മെയിൻ മെത്തേഡ് ഇവിടെ ക്ലോസ് ചെയ്യാണ് ആൻഡ് ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ദെൻ ഓരോ പാർട്ടും ഓരോ വേർഡ് എന്താണെന്ന് നോക്കാം. The first one, public class hello. So ഇതിന്റെ മീനിങ് എന്താ? ഇറ്റ്സ് ക്രിയേറ്റ് എ ക്ലാസ് കോൾഡ് hello. ഒരു hello എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങളൊരു ക്ലാസിന്റെ നെയിം എഴുതുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു നെയിമിംഗ് കൺവെൻഷൻ ആണ്. ജസ്റ്റ് hello എന്ന് എഴുതാം. സോ ഇങ്ങനെ എഴുതിയാലും ഇറ്റ്സ് കറക്റ്റ്. ബട്ട് ആക്ച്വലി നമ്മൾ എന്താ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് ക്ലാസ് ഹെലോ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് നെയിം ഈസ് ഹെലോ. ഇനി ദ പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? ദിസ് ക്ലാസ് ഈസ് ആക്സസിബിൾ ഫ്രം എനി അതർ ക്ലാസ്സസ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനെ ആക്സസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ? ഒരു ബ്രേസസ് അല്ലെ, കേളി ബ്രേസ്. ആഫ്റ്റർ ദിസ് ക്ലാസ് ഒരു കേളി ബ്രേസ് നിങ്ങൾ റൈറ്റ് ചെയ്യാണ്. ഇതിന്റെ മീനിങ് എന്താ? നിങ്ങളൊരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇതിന് ഇൻസൈഡ് കുറെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. അതിന്റെ മീനിങ് ഈ സ്റ്റേറ്റ്മെന്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കേളി ബ്രേസ് യൂസ് ചെയ്യുന്നത്. Then after public static void main. Public static void main. So ഓരോ വേർഡ് എന്താന്ന് നോക്കാം. The first name public. So ഇതിന്റെ മീനിങ് എന്താ? ഈ പെർട്ടിക്കുലർ മെയിൻ മെത്തേഡ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം. ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദിസ് മെയിൻ മെത്തേഡ്. എല്ലാ പ്രോഗ്രാമും മെയിൻ മെത്തേഡ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതാരെ സ്റ്റാർട്ട് ചെയ്യുന്നത്? JVM ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ മെത്തേഡ് ഔട്ട്സൈഡ് ദ ക്ലാസ് എല്ലാവർക്കും ആക്സസ് ചെയ്യണം. അതുകൊണ്ടാണ് പബ്ലിക് എന്ന് പറയുന്ന കീവേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. ഇറ്റ്സ് മെത്തേഡ് ഒരു ആട്രിബ്യൂട്ടാണ് ഡാറ്റ. ദെൻ മെത്തേഡ് വോയിഡ് ഡിസ്പ്ലേ. ഓക്കെ, ആൻഡ്
എനിക്ക് പെർട്ടിക്കുലർ ഡാറ്റനെ ആക്സസ് ചെയ്യണം. ക്ലാസ്സിൻ്റെ ഡാറ്റാസിനെയും മെത്തേഡ്സിനെയും ആക്സസ് ചെയ്യണം. ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. ക്ലാസ്സസിലെ ആട്രിബ്യൂട്ട്സും മെത്തേഡിനെയും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡയറക്റ്റ് എനിക്ക് ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ മെത്തേഡ് പ്രിന്റ് ഡയറക്റ്റ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? വേറൊരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് ആ ആട്രിബ്യൂട്ട്സും മെത്തേഡും ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ സ്ട്രക്ചറിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ മെമ്പേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? സ്ട്രക്ചർ മെമ്പേഴ്സിനെ നിങ്ങൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? അനുരാഗ്, ആകർഷ്, ഹലോ, നിങ്ങൾ കേൾക്കുന്നില്ല? ഫാത്തിമ, എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്ട്രക്ചറിന്റെ ഇൻസൈഡ് മെമ്പേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ മെമ്പേഴ്സിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ മെമ്പേഴ്സിനെ സ്ട്രക്ചറിന്റെ ഇൻസൈഡ് പറ്റില്ല. നിങ്ങൾ എങ്ങനെയാ ആക്സസ് ചെയ്യാം? ഡോട്ട് ഓപ്പറേറ്റർ. ഓക്കെ, സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ വേരിയബിൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടല്ലേ ആക്സസ് ചെയ്യാം. സെയിം ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ക്ലാസ്സിന്റെ മെമ്പേഴ്സിനെ എനിക്ക് ഔട്ട്സൈഡ് ക്ലാസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ആ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, റൈറ്റ്? എനിക്ക് ഈ പെർട്ടിക്കുലർ ഡാറ്റ ഡിസ്പ്ലേ ആക്സസ് ചെയ്യണം. എങ്ങനെ ആക്സസ് ചെയ്യാം? ഫസ്റ്റ് ഐ ഹാവ് ടു ക്രിയേറ്റ് എ ഒബ്ജക്റ്റ് അല്ലേ? എ ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ എ. ദെൻ എന്ത് ആക്സസ് ചെയ്യാം? എ ബി ഡോട്ട് ഡാറ്റ. മറന്നു പോയോ? ദെൻ ഈ പെർട്ടിക്കുലർ മെത്തേഡിനെ ആക്സസ് ചെയ്യണം. എങ്ങനെ ആക്സസ് ചെയ്യാം? എ ബി ഡോട്ട് ഡിസ്പ്ലേ. ഇതുപോലെയല്ലേ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലെ ഡാറ്റാസ്, അതായത് ആട്രിബ്യൂട്ട്സും മെത്തേഡിനെയും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഫസ്റ്റ് ക്രിയേറ്റ് ദി ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ്. ദെൻ യു സെറ്റ് ദിസ് ഒബ്ജക്റ്റ് ഡോട്ട് ദാറ്റ് മെമ്പേഴ്സിനെ കോൾ ചെയ്യണം. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, സോ ഈ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ക്ലാസിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇതിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് എന്ത് വേണം? ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് ഡോട്ട് ഈ ക്ലാസ് കോൾ ചെയ്യണം. മെയിൻ എന്ന് പറഞ്ഞ മെത്തേഡ് അല്ലേ? ഈ മെത്തേഡിനെ കോൾ ചെയ്യണം. ബട്ട് ആക്ച്വലി ഇതൊക്കെ ആരാ ചെയ്യുന്നത്? JVM ആണ് ചെയ്യുന്നത്. അതായത് മെയിൻ മെത്തേഡ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന JVM ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ JVMന് ആ പെർട്ടിക്കുലർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ആ മെത്തേഡ് കോൾ ചെയ്യണമെന്ന് ടൈം ഇല്ല. ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. അതായത് നിങ്ങളുടെ ഒരു മെത്തേഡിന്റെ കൂടെ അല്ലെങ്കിൽ
ഒരു വേരിയബിളിന്റെ കൂടെ സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ ആ പെർട്ടിക്കുലർ ഡാറ്റ നമുക്ക് ഒബ്ജക്റ്റ് ഇല്ലാതെ യൂസ് ചെയ്യാം. ഹിയർ ഞാൻ ഇവിടെ ഒരു ഡാറ്റ എന്താ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ മെത്തേഡ് എന്താ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. എനിക്ക് ഈ മെത്തേഡിനെയും ഡാറ്റേനെയും എന്താണ് ജസ്റ്റ് ക്ലാസ് നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഡോട്ട് ഡാറ്റ ദെൻ എ ഡോട്ട് ഡിസ്പ്ലേ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ആ പെർട്ടിക്കുലർ മെമ്പേഴ്സിനെ ക്ലാസ് നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതിനാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇതൊക്കെ ആരെ പെർഫോം ചെയ്യുന്നത്? JVM ആണ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് മെയിൻ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യാനൊന്നും ടൈം ഇല്ല. അതുകൊണ്ടാണ് എന്ത് മെയിൻ മെത്തേഡ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ ആണോ? ഈ കോൺസെപ്റ്റ് ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് മെയിൻ മെത്തേഡ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്? ഒന്ന് റിപ്ലൈ തന്നെ. ഇത് ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? നോർമലി ക്ലാസ്സിന്റെ ഒരു മെത്തേഡിനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് ഔട്ട്സൈഡ് ദ ക്ലാസ് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ദാറ്റ് മെത്തേഡ് അല്ലെ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഡാറ്റയാണ് കോൾ ചെയ്യുന്നത്. ഒരു വേരിയബിൾ അല്ലെങ്കിൽ മെത്തേഡ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ക്ലാസ് നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ ഒരു മെയിൻ മെത്തേഡ് ഇതൊക്കെ എക്സിക്യൂഷൻ ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? JVM ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ JVMന് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല, പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് മെയിൻ മെത്തേഡ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ഓക്കെ ആണോ? And the next, void. എന്താ വോയിഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? ദ ഫംഗ്ഷൻ വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഹിയർ ദ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ദാറ്റ് ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. സോ അതുകൊണ്ടാണ് ഇവിടെ വോയിഡ് എഴുതുന്നത്. നിങ്ങളുടെ മെയിൻ മെത്തേഡ് എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്? പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. സോ നിങ്ങൾ ഈ ഒരു മെയിൻ മെത്തേഡ് ആണ് യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് യുവർ ജാവ പ്രോഗ്രാം. നെക്സ്റ്റ്, മെയിൻ എന്ന് പറഞ്ഞ മെത്തേഡ് ആണ്, റൈറ്റ്? ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷന് ഇൻസൈഡ് നമ്മൾ എന്ത് ചെയ്യും? പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് റൈറ്റ് ചെയ്യും. സോ ഇവിടെ എന്താ മെയിൻ ഫംഗ്ഷന്റെ ഇൻസൈഡ് കൊടുക്കുന്ന ആർഗ്യുമെന്റ്? സ്ട്രിംഗ് ആർഗ്സ്. ഇതിന്റെ മീനിങ് എന്താ? ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്ന വാല്യൂ എന്താ? സ്ട്രിംഗ് അറേ ആണ്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ? ആർഗ്സ് ഈസ് എ അറേ. എന്താ അറിയാ? സ്ട്രിംഗ് അറേ ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സ്ട്രിങ്സ്. അപ്പൊ നിങ്ങളുടെ മെയിൻ മെത്തേഡ് ഇൻപുട്ടായിട്ട് എടുക്കുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? സ്ട്രിംഗ് ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത് എന്താ, ജാവ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂ ഒക്കെ എന്തായിരിക്കും? സ്ട്രിംഗ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് system.out.println. So this statement is used to print the text on the screen. അല്ലേ? സോ ഇവിടെ സിസ്റ്റം ഉണ്ട്, ഔട്ട് ഉണ്ട്, println ഉണ്ട്. ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ജാവയിൽ ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ഓക്കെ,
സിസ്റ്റം എന്ന് പറയുന്നത് ജാവയിലെ ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ വേറൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതാണ് പ്രിന്റ് റൈറ്റ്. Print write. Okay, the system is a predefined class in Java. So inside this system class, another class is created, that is print writer. Then print writer എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഇൻസൈഡ് ഒരു മെത്തേഡ് ഉണ്ട്, that is println. Okay, so I want to access this println method. So ഈ println മെത്തേഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ പ്രിന്റ് റൈറ്റർ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, റൈറ്റ്? സോ ഈ പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ഔട്ട്. സോ ഔട്ട് ഈസ് ദി ഒബ്ജക്റ്റ് ഓഫ് ദിസ് പ്രിന്റ് റൈറ്റർ ക്ലാസ്. ഇനി എങ്ങനെയായിരിക്കും എനിക്ക് println ആക്സസ് ചെയ്യാം? out.println. ഓക്കെ, സോ പ്രിന്റ് റൈറ്റർ എന്ന ക്ലാസ് ഉണ്ട്, അതിന്റെ ഇൻസൈഡ് ഒരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഈസ് println. സോ println എന്ന് പറഞ്ഞ മെത്തേഡിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? പ്രിന്റ് റൈറ്ററിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റ് ആണ് ഔട്ട്. അപ്പൊ എങ്ങനെ ആക്സസ് ചെയ്യാം? out.println. ഇനി ഈ println എന്ന ക്ലാസ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സിസ്റ്റം എന്ന് പറയുന്ന പ്രീ ഡിഫൈൻ ക്ലാസിന്റെ ഇൻസൈഡ് ആണ് ഉള്ളത്. അപ്പൊ എങ്ങനെ ആക്സസ് ചെയ്യണം? system.out.println. അതുകൊണ്ടാണ് നിങ്ങൾ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഫോർമാറ്റിലുള്ളത്. സിസ്റ്റം എന്ന് പറയുന്ന പ്രീ ഡിഫൈൻ ക്ലാസിന്റെ ഇൻസൈഡ് ആണ് println എന്നുള്ള ക്ലാസ്. അതിന്റെ ഒരു മെത്തേഡ് ആണ് എന്ത്? println മെത്തേഡ്. ഓക്കെ, സോ ഒരു മെത്തേഡിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് എന്താ? സിസ്റ്റം ഡോട്ട് ഔട്ട് മീൻസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദിസ് പ്രിന്റ് റൈറ്റർ ക്ലാസ്. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? println പകരം എന്ത് യൂസ് ചെയ്യാം? പ്രിന്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഡിഫറൻസ് എന്താ? println യൂസ് ചെയ്യുമ്പോൾ ഓരോ ഔട്ട് എന്തായിരിക്കും? നെക്സ്റ്റ് ലൈനിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണ്? ഒന്ന് റിപ്ലൈ തന്നെ. ഇതുവരെ നിങ്ങൾ ലാബിൽ ജസ്റ്റ് ജാവ പ്രോഗ്രാം എഴുതിയിട്ടുള്ളൂ, അതിൽ ഓരോ വേർഡ് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലായി കാണും. The next attendance please.